ഏതവനാടാ ഗോവിന്ദൻ, ആരാടാ ഈ പിണറായി എന്ന് ചോദിക്കുന്ന തരത്തിലേക്കും കടക്ക് പുറത്ത് രാജിവെച്ചിറങ്ങി എങ്ങോട്ടേലും പോയി തൊലയ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞും പിണറായിക്കും പാർട്ടി സെക്രട്ടറിക്ക് നേരെ വിമർശനം കടുക്കുകയാണ്. ഇരട്ടച്ചങ്കനെന്ന് വിളിച്ചവർ ഇപ്പോൾ പരട്ടച്ചങ്കനെന്ന് മാറ്റി വിളിക്കുന്നു, പരിഹസിക്കുന്നു. ഗോവിന്ദൻ മാഷ് എന്ന് വിളിച്ചവർ അക്ഷരം മാറ്റി വിളിക്കുന്നു. പ്രതാപം നഷ്ടപ്പെട്ട് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് നേതാക്കൾ. വിമർശനങ്ങൾ സധൈര്യം പാർട്ടിയിൽ തുറന്നു പറയാമെന്ന് എം.എ. ബേബി ഉൾപ്പെടെ നേതാക്കൾ പ്രഖ്യാപിച്ചതോടെ അണികളും മറ്റ് നേതാക്കളും ഒരറ്റത്തൂന്ന് തുടങ്ങിയിരിക്കുകയാണ്. CPM പാർട്ടി യോഗങ്ങൾ പൂരപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ വിമർശനങ്ങൾ, അതും അതിര് കടന്നു പോകുന്ന വിമർശനങ്ങൾ. പിണറായിക്കും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നേർക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പിണറായിക്കും ഗോവിന്ദനും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇരുവരും മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വലിയ പൊട്ടിത്തെറിയാണ് CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM നേതൃത്വത്തിനെതിരെ അണികളുടെ അമർഷം പുകയുന്നത് വെളിവാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ കൊല്ലം ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ പങ്കെടുത്ത വേദിയിലാണ് നേതാക്കളുടെ ധാർഷ്ട്യത്തിനെതിരെയും കുന്നത്തൂർ മണ്ഡലത്തിലെ പരാജയത്തെക്കുറിച്ചും അംഗങ്ങൾ സിനിമാ സ്റ്റൈലിൽ വരെ പരിഹാസങ്ങൾ ചൊരിഞ്ഞത്. ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. ആവശ്യമായ സമയമെടുത്ത് നിർഭയമായി വിമർശിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനെ രാവണപ്രഭു സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗ് കൊണ്ടാണ് CPM ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങൾ വിമർശിച്ചത്. ഇതിനു പുറമെ കുന്നത്തൂർ മണ്ഡലത്തിലെ കനത്ത പരാജയത്തെ മേഘം സിനിമയിലെ ശ്രീനിവാസന്റെ സംഭാഷണം കടമെടുത്തുകൊണ്ട് അംഗങ്ങൾ പരിഹസിച്ചു. ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം MLA ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്ന്. പക്ഷെ അതറിയാത്തത് MLAയ്ക്കും നമ്മുടെ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കും മാത്രമായിരുന്നു എന്നാണ് ഏരിയ കമ്മിറ്റിയിലെ തുറന്നു പറച്ചിലുകൾ. അതായത് നേതാക്കളുടെ മുഖം നോക്കാതെ. മുൻപൊക്കെ ഒരു ഭയമുണ്ടായിരുന്നു നേതാക്കളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയാൻ. പക്ഷെ ഇപ്പോൾ ഈ ഭയമൊന്നുമില്ല. അതിപ്പോൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും 2 അല്ല 4 അല്ല 10 വർത്താനം പറയാൻ ധൈര്യം വന്നിരിക്കുകയാണ് ഓരോ പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കും. ഇങ്ങനെ പാർട്ടി യോഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ കൂട്ടയടി നടക്കുന്നതിൻ്റെ എല്ലാ സത്യങ്ങളും വാസ്തവവുമാണ് പുറത്തു വരുന്നത്. മുൻപൊക്കെ CPM-ൽ നടക്കുന്ന ചർച്ചകളൊന്നും പുറത്തേക്ക് വരില്ല. കാരണം അതൊക്കെ അതീവ രഹസ്യമാണ്, പാർട്ടിക്കുള്ളിൽ മാത്രം നടക്കുന്ന പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ നിലപാടും നടപടികളുമൊക്കെ മാറുകയാണ്. പറയാനുള്ളത് ഞങ്ങൾ പറയും, അത് പുറത്തേക്ക് പോയാൽ ഞങ്ങൾക്കൊന്നുമില്ല. തിരുത്താനുള്ളവരെ തിരുത്തിക്കാൻ തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവർത്തകർ പച്ചയ്ക്ക് പറയുകയാണ്. ഇനി ഇമാതിരി അഹങ്കാരവും കൊണ്ട് വരുന്നവന്മാർക്കെല്ലാം ഇതായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന മറുപടി, തോൽപ്പിച്ച് മൂലക്കിരുത്തും എന്ന് എല്ലാവരും പച്ചയ്ക്ക് പറയുന്നു. പാർട്ടിയുടെ എല്ലാ തഴക്കമുള്ള ഘടകങ്ങളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് കോവൂർ കുഞ്ഞുമോന് 6ാമതും അവസരം നൽകി സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് എന്നുള്ള വിമർശനം ഉയർന്നു വന്നു. പരാജയം മുൻകൂട്ടി ഉറപ്പിച്ചതുപോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് സ്വീകരണ പര്യടനങ്ങളിൽ പോലും മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളുടെ പെരുമാറ്റം. മണ്ഡലത്തിൽ പരാജയം ഉറപ്പായതോടെ പുറമെ വർഗീയതയ്ക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നവർ വോട്ടിനായി SDPI നേതാക്കളുടെ പിന്നാലെ പോയത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയതായും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ തന്നിഷ്ട പ്രകടനങ്ങൾ കാരണം ചരിത്രത്തിലില്ലാത്ത വിധം കുന്നത്തൂർ മണ്ഡലത്തിലെ പാർട്ടിയുടെ ഉറച്ച കോട്ടകൾ വരെ UDF തരംഗത്തിൽ ഒലിച്ചുപോയി. നീയൊക്കെയാണ് ഇതിന് കാരണമെന്ന് പ്രവർത്തകർ പച്ചയ്ക്ക് പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ ഓഫീസിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നു. സാധാരണക്കാരായ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സങ്കടങ്ങളും ദുരിതങ്ങളും നേരിട്ട് ബോധിപ്പിക്കാൻ ചെന്ന നേതാക്കളോട് ഇനി ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ താക്കീത് ചെയ്തതായും അംഗങ്ങൾ വെളിപ്പെടുത്തി. കാര്യസാധ്യത്തിനായി എത്തുന്ന ഇടനിലക്കാരുടെയും സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും താവളമായി പാർട്ടി കമ്മിറ്റികൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾക്കുണ്ടായ ദുരൂഹമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അണികൾ ആവശ്യപ്പെട്ടു.
നിലവിലെ ജില്ലാ സെക്രട്ടറി ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൊല്ലം ജില്ലയിൽ പാർട്ടി പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥ വരുമെന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികളുടെ മുഖത്ത് നോക്കി തുറന്നടിച്ചു. ഭാരവാഹികളുടെ ധാർഷ്ട്യവും ഏകാധിപത്യപരമായ തീരുമാനങ്ങളുമാണ് പാർട്ടിയെ ഈ തകർച്ചയിലേക്ക് എത്തിച്ചത് എന്നാണ് ശൂരനാട് ഏരിയ കമ്മിറ്റിയിൽ ഉയർന്ന പൊതുവികാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPM കോവളം വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്കെതിരെ വിമർശനങ്ങൾ അണപൊട്ടി ഒഴുകി. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പ്രവർത്തന ശൈലി ശരിയല്ലെന്ന് കോവളം ഏരിയ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം നിറഞ്ഞ പറച്ചിൽ അനവസരത്തിലായിപ്പോയി. ഇത് അഹങ്കാരമായി ജനം വിലയിരുത്തി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പാർട്ടി ശരിയായി കൈകാര്യം ചെയ്തില്ല. അവിടെ വിമർശനം ഉയർത്തിയവർ ശരിയായ പാർട്ടിക്കാരായിരിക്കെ അവരെ വിമതരാക്കി. അവർ ഉന്നയിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. PB അംഗം കൂടിയായ പിണറായി വിജയൻ ആ വിഷയങ്ങളിൽ മൗനം പാലിച്ചത് ശരിയായില്ല എന്നും വിമർശനമുയർന്നു.